ഇനി അടുത്ത പോയിന്റ് ആണ് ലയബിലിറ്റീസ്. നാലാമത്തെ പോയിന്റ് ആണ് ലയബിലിറ്റി. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഫസ്റ്റ് വീഡിയോയില്. ലയബിലിറ്റി മീൻസ് ഒബ്ലിഗേഷൻസ് ഓർ ഡെപ്റ്റ് ബിസിനസ് ഹാസ് ടു പേ ഇൻ ഫ്യൂച്ചർ. അതായത് ബിസിനസ് ആർക്കെങ്കിലും അങ്ങോട്ട് പേ ചെയ്യാനുണ്ടെങ്കിൽ, ഫ്യൂച്ചറിൽ അങ്ങോട്ട് പേയ്മെന്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ലയബിലിറ്റി എന്ന് പറയുന്നത്. സിംപ്ലി മീൻസ് ബാധ്യത എന്നാണ് അർത്ഥം. നമ്മൾ അങ്ങോട്ട് ഒരാൾക്ക് എന്തെങ്കിലും പൈസ കൊടുക്കാനായിട്ടുള്ള ബാധ്യത നമുക്കുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കിയാലോ, അസറ്റ് നോക്കിയ പോലെ തന്നെയാണ് ഇതിലും നോൺ കറന്റ് ആൻഡ് കറന്റ് ലയബിലിറ്റീസ് ആണുള്ളത്. അപ്പൊ നോൺ കറന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നേരത്തെ പോലെ തന്നെ ലോങ് ടേം ആണ് അല്ലെ. നമുക്ക് ലോങ് ടേം ലയബിലിറ്റി ആണെങ്കിൽ അതിന് പറയുന്നതാണ് നോൺ കറന്റ് ലയബിലിറ്റി. റിക്വയർഡ് ടു പേ ആഫ്റ്റർ 1 year. അതായത് നമുക്കിതിപ്പോ നമ്മളൊരു ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു, അത് നമ്മൾ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ മോർ ദാൻ 1 year എടുക്കും അല്ലെ, ലോങ് ടേമിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു നോൺ കറന്റ് ലയബിലിറ്റി. അപ്പൊ അതിന്റെ എക്സാമ്പിൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, ലോങ് ടേം ബാങ്ക് ലോൺ. ബാങ്കിലേക്ക് നമ്മൾ അത്രയും എമൗണ്ട് കൊടുത്ത് തീർക്കാനുണ്ട്, സോ അതൊരു ലയബിലിറ്റി ആണ്. അതൊരു 1 year മുകളിലുള്ള ലയബിലിറ്റി ആണെങ്കിൽ എന്താണത്, നോൺ കറന്റ് ലയബിലിറ്റി ആണ്. ഓക്കെ, അപ്പൊ നോൺ കറന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ലോങ് ടേം ലയബിലിറ്റി ആണ്. റിക്വയർഡ് ടു പേ ആഫ്റ്റർ 1 year. 1 year ശേഷം നമ്മൾ അത് കൊടുത്തു തീർത്താൽ മതി. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് ബാങ്ക് ലോൺ. ഇനി അടുത്തത് കറന്റ് ലയബിലിറ്റി. കറന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ ആണ്. ഷോർട്ട് ടേം ലയബിലിറ്റി ആണ്. റിക്വയർഡ് ടു പേ വിത്തിൻ 1 year. അതായത് 1 year ഉള്ളിൽ നമ്മളിത് കൊടുത്തു തീർക്കേണ്ട ബാധ്യതയാണ്. സോ ഇതിന്റെ എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുള്ളത് ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ അവർക്ക് പൈസ കൊടുത്തിട്ടില്ല, നമ്മൾ പറയുകയാണ് ഒരു 3 months നമ്മൾ കൊടുത്തു തീർക്കാം എന്ന് പറയുമ്പോൾ ആ 3 monthsലേക്ക് അവർ നമ്മൾ ആരാണ്, ക്രെഡിറ്റേഴ്സ് ആണ്. നമ്മൾ അങ്ങോട്ട് പേയ്മെന്റ് കൊടുക്കാനുള്ളവരാണെങ്കിൽ അവരെ പറയുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ക്രെഡിറ്റേഴ്സ്. അതുപോലെ തന്നെ ബില്ല്. ഇപ്പൊ നമുക്ക് പർച്ചേസ് ചെയ്തപ്പോൾ ഒരു ബില്ല് കിട്ടി, അതിന്റെ പേയ്മെന്റ് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പൊ ആ ബിൽസ് പേയബിൾ എന്ന് പറയുന്ന ആ ഒരു ലയബിലിറ്റി അതൊരു കറന്റ് ലയബിലിറ്റി ആണ്. നമ്മൾ പറയുകയാണ് ഒരു 3 months നമ്മളിത് തന്നു തീർക്കാം എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ അതൊരു ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ ആണ്. സോ ഇത് ഏതിന്റെ അണ്ടറിലാണ് വരുന്നത്, കറന്റ് ലയബിലിറ്റിയുടെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ ലയബിലിറ്റിക്ക് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ലോങ് ടേം ആണെങ്കിൽ നോൺ കറന്റ് ലയബിലിറ്റിയും, അതുപോലെ ഷോർട്ട് ടേം ആണെങ്കിൽ കറന്റ് ലയബിലിറ്റി ആണ് വരുന്നത്. അപ്പൊ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ലയബിലിറ്റി മീൻസ് ഒബ്ലിഗേഷൻ ഓർ ഡെപ്റ്റ് ബിസിനസ് ഹാസ് ടു പേ ഇൻ ഫ്യൂച്ചർ. നമ്മൾ ഫ്യൂച്ചറിൽ പേയ്മെന്റ് ചെയ്യാനുള്ള ഒബ്ലിഗേഷനെയാണ് നമ്മൾ ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത പോയിന്റ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലേ. ക്യാപിറ്റൽ മീൻസ് എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ബിസിനസ്. ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഇപ്പൊ ഞാൻ ബിസിനസിന്റെ ഓണറാന്ന് വിചാരിക്കാം. ഞാൻ എന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, അതിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള എമൗണ്ടിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് 6ാമത്തെ പോയിന്റ് ആണ് അല്ലെ. 6ാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം, സെയിൽസ്. എന്താണ് സെയിൽസ്? നമുക്ക് എല്ലാവർക്കും അറിയാം, സാധനങ്ങൾ വിൽക്കുന്നതിനാണ് നമ്മൾ സെയിൽസ് എന്ന് പറയുന്നത്. അത് നമുക്ക് സെന്റൻസ് നോക്കാം. സെയിൽസ് ആർ ടോട്ടൽ റവന്യൂസ് ഫ്രം ഗുഡ്സ് ഓർ സർവീസസ് സോൾഡ് ടു കസ്റ്റമർ. അതായത് നമ്മൾ ഗുഡ്സോ അല്ലെങ്കിൽ സർവീസസോ ചെയ്യും. നമ്മളിപ്പോ ഗുഡ്സ് മാത്രം പറഞ്ഞാൽ മതി. ഇപ്പൊ നമ്മൾ ഗുഡ്സ് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റവന്യൂവിനെയാണ് നമ്മൾ സെയിൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഗുഡ്സ് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെയാണ് നമ്മൾ സെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് മേ ബി എന്തായിരിക്കാം, ക്യാഷ് സെയിൽ ആയിരിക്കാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽ ആയിരിക്കാം. ക്യാഷ് സെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ക്യാഷ് കിട്ടുകയാണെങ്കിൽ അത് ക്യാഷ് സെയിൽസും, നമ്മളത് വിറ്റ് കഴിഞ്ഞ് അവർ പറയണ ഒരു മാസം കഴിഞ്ഞിട്ടാണ് പേയ്മെന്റ് തരിക എന്ന് പറയുകയാണെങ്കിൽ അത് ക്രെഡിറ്റ് സെയിൽസും ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഗുഡ്സ് വിൽക്കുമ്പോൾ കിട്ടുന്ന റവന്യൂവിനാണ് സെയിൽസ് എന്ന് പറയുന്നത്. അത് ക്യാഷ് സെയിൽസും ആവാം, ക്രെഡിറ്റ് സെയിൽസും ആവാം. ഇനി അടുത്തത് റവന്യൂ. ഓക്കെ, റവന്യൂ മീൻസ് എമൗണ്ട് ഏൺഡ് ബൈ ദ ബിസിനസ്. റവന്യൂ മീൻസ് എമൗണ്ട് ഏൺഡ് ബൈ ദ ബിസിനസ്. അതായത് ബിസിനസ് ഏൺ ചെയ്യുന്ന എല്ലാ എമൗണ്ടിനെയും നമ്മൾ എന്താണ് പറയുന്നത്, റവന്യൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ് ഓക്കെ ആണെന്ന് വിചാരിക്കും. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് മീൻസ് കോസ്റ്റ് ഇൻകേർഡ് ബൈ ദ ബിസിനസ്. ഇതിനു മുമ്പ് നമ്മൾ റവന്യൂ പഠിച്ചു, എമൗണ്ട് ഏൺഡ് ബൈ ദ ബിസിനസ് ആയിരുന്നു. ഇതെന്താ, കോസ്റ്റ് ഇൻകേർഡ് ബൈ ദ ബിസിനസ്. ബിസിനസ്സിൽ വന്നിട്ടുള്ള എല്ലാവിധ ചെലവുകളെയും നമ്മൾ എന്താണ് പറയുന്നത്, എക്സ്പെൻസ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് എക്സ്പെൻഡിച്ചർ. എക്സ്പെൻസിന്റെ കുറച്ചും കൂടി എക്സ്പാൻഡ് വെർഷൻ ആണിത്. ഇതിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് സെപ്പറേറ്റ് കൊടുത്തത്.
ഫസ്റ്റ് വൺ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചറും രണ്ടാമത്തേത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. ഓക്കെ, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെനിഫിറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ഈസ് എക്സോസ്റ്റഡ് വിത്തിൻ എ ഇയർ. അതായത് നമ്മളിപ്പോ ഈ ഒരു ചെലവ് നമുക്കിപ്പോ ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ വന്നു എന്ന് വിചാരിക്കാം. അതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് 1 ഇയറിനുള്ളിൽ തന്നെ എക്സോസ്റ്റ് ആയി പോവുകയാണെങ്കിൽ അതാണ് എന്ത് റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോർ ദാൻ 1 ഇയർ ലാസ്റ്റ് ചെയ്യും. നമ്മൾ ആ ചെയ്തൊരു ചെലവ് അതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മോർ ദാൻ 1 ഇയർ വരെ ലാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ള വേർഡാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലാഭമാണ്. സോ പ്രോഫിറ്റ് മീൻസ് എക്സസ് ഇൻകം ഓവർ ദ എക്സ്പെൻസ് ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് ഇയർ. ഒരു അക്കൗണ്ടിങ് ഇയറിൽ നമുക്ക് ഇൻകം എക്സ്പെൻസിനേക്കാളും കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് പ്രോഫിറ്റ് ആണ്. അപ്പൊ ഈ ഒരു ഇത് നോട്ട് ചെയ്യുക, ഇൻകം ഗ്രേറ്റർ ദാൻ എക്സ്പെൻസ്. ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. പിന്നെ പ്രോഫിറ്റ് പോലെ വേറൊരു ടേം ഉണ്ട്, ഗെയിൻ. ഗെയിൻ സിംപ്ലി മീൻസ് പ്രോഫിറ്റ് തന്നെയാണ്. ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്തത് ലോസ് ആണ്. ലോസ് മീൻസ് എക്സസ് ഓഫ് എക്സ്പെൻസ് ഓവർ ദ ഇൻകം. എക്സ്പെൻസ് ഇൻകത്തിനേക്കാളും കൂടുതൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ചെലവായിട്ട് കാര്യമില്ലല്ലോ. കൂടുതൽ ചെലവാകുമ്പോൾ എന്തായിരിക്കും? നമുക്ക് അത് ലോസിലേക്കാണ് ഉണ്ടാവുക. സോ എക്സ്പെൻസ് ഓവർ ഇൻകം. ഓക്കെ, ഇൻകം ലെസ് ദാൻ എക്സ്പെൻസ് ആണെങ്കിൽ അവിടെ നമുക്ക് ലോസ് ആയിരിക്കും. അപ്പോൾ ഇൻകം കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ പ്രോഫിറ്റും, എക്സ്പെൻസ് ആണ് നമ്മുടെ ചെലവുകളാണ് കൂടുതലായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് ലോസും ആണ്. അടുത്ത വേർഡ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ആണ്. നമ്മൾ ഡിസ്കൗണ്ട് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വേർഡ് തന്നെയായിരിക്കും. ഡിസ്കൗണ്ട് മീൻസ് ഡിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ്. നമ്മളിപ്പോ ഒരു കടയിൽ പോയിട്ട് ഗുഡ്സ് വാങ്ങുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാറില്ലേ? അപ്പൊ നമ്മുടെ പ്രൈസ് കുറയല്ലേ ചെയ്യണേ? ഡിസ്കൗണ്ട് മീൻസ് ദ ഡിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ്. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2 കാറ്റഗറി ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ട്രേഡ് ഡിസ്കൗണ്ടും ഒന്ന് ക്യാഷ് ഡിസ്കൗണ്ടും. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫറിംഗ് ഡിഡക്ഷൻ ഓഫ് എഗ്രീഡ് പെർസെൻറ്റേജ് അറ്റ് ദ ടൈം ഓഫ് സെല്ലിംഗ് ഗുഡ്സ്. ഗുഡ്സ് സെല് ചെയ്യണ സമയത്ത് ഡിസ്കൗണ്ട് ചെയ്യുന്നതിനാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഡക്ഷൻ അറ്റ് ദ ടൈം ഓഫ് പേയ്മെന്റ്. ഇതിൽ ഈ 2 പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതി, ടൈം ഓഫ് സെല്ലിംഗ് ഗുഡ്സ് ആൻഡ് ടൈം ഓഫ് ദ പേയ്മെന്റ്. ഓക്കെ, ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കി വയ്ക്കാം.